സുന്ദരം, അതിസുന്ദരം, അത്യത്ഭുതവും അനുപമമായ ഈ സൃഷ്ടി. ശരിയാണ് ദേവർഷി, ഇത്രയും അനുപമമായ സൃഷ്ടി സ്വർഗത്തിൽ പോലും കാണില്ല. അത്യത്ഭുതം, അത്യത്ഭുതമാണിത്. ഇത്രയും അത്ഭുതമായതിനെ ആരാണ് നമിക്കാതിരിക്കുക? അത്ഭുതം തന്നെയാണിത്. ഹേ ശില്പിശ്രേഷ്ഠൻ മായ, അങ്ങയുടെ പ്രതിഭയെ വർണ്ണിക്കുക അസാധ്യമാണ്. അങ്ങയുടെ കഴിവിന് പരിമിതിയില്ല, അങ്ങയുടെ ശില്പചാതുര്യത്തിന് അന്തവുമില്ല. ഹേ ശില്പിശ്രേഷ്ഠ, അങ്ങ് ദേവശില്പിയായ വിശ്വകർമാവിനെ തന്നെ ഈ രംഗത്ത് യോജനകൾ പിറകിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ദേവർഷേ, അങ്ങ് ദേവരാജൻ ഇന്ദ്രനും ദേവഗണങ്ങളുമൊത്ത് ഇവിടെ വന്നു. എന്റെ കലയെ പ്രശംസിച്ചു. എനിക്ക് നന്ദിയുണ്ട്. ഞാൻ സന്തുഷ്ടനായി. പക്ഷെ ആശങ്കയുണ്ട്, ഭയവുമുണ്ട്, ആശ്ചര്യചകിതനുമാണ്. താങ്കളെല്ലാം ദർശിക്കുക മൂലം താങ്കൾ വന്നതിന്റെ ഉദ്ദേശം, താങ്കളുമായി ബന്ധം? അത് തന്നെ ശില്പിശ്രേഷ്ഠൻ മയാസുര, അത് തന്നെ ബന്ധം തന്നെ. ദേവദാനവന്മാരുടെ ബന്ധം അകാരണമായി മുറിഞ്ഞതാണ്. എങ്കിൽ പോലും രജതപുരം, സ്വർണപുരം, ലോഹപുരത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന കേട്ടിട്ട് ആ ത്രിപുരങ്ങൾ ദർശിക്കാനായി ഞങ്ങൾക്ക് വലിയ ആഗ്രഹം തോന്നി. ഞങ്ങളുടെ ആ ആഗ്രഹം ഞങ്ങളെ ഇവിടെ എത്തിച്ചു ശില്പിരാജ. അങ്ങയുടെ ശില്പചാതുരിയിൽ ആകൃഷ്ടരായി ഞങ്ങൾ എല്ലാ ദുഷ്ഫലങ്ങളെയും വിസ്മരിച്ചു. ആ സ്ഥിതിക്ക് താങ്കളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് ത്രിപുരങ്ങളും ദർശിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുമോ? താങ്കൾ ചിന്താമഗ്നാകുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നു ശില്പിരാജ. ആ, ഉപായമുണ്ട്. നാം ഈ കലാശില്പം ആസ്വദിക്കാൻ വന്നു. അതായത് ഞങ്ങളുടെ മനസ്സിൽ സദ്ഭാവനയാണ്, ദുർഭാവനയല്ല. ഞങ്ങൾ അങ്ങയുടെ അതിഥികളാണ്. താങ്കൾ താങ്കളുടെ അതിഥികൾക്ക് ത്രിപുരങ്ങൾ കാണിച്ചെങ്കിൽ അതിൽ താരകൂത്തന്മാർക്ക് എന്ത് വിരോധം തോന്നാനാണ്? അവർ താങ്കൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. അതെ, സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പുരങ്ങൾ ശ്രേഷ്ഠവും അത്ഭുതവുമായ അവ മൂന്നും എന്റെ സൃഷ്ടികളാണ്. എന്റെ സൃഷ്ടികളെ പ്രശംസിക്കുക എന്നെ ബഹുമാനിക്കുകയാണ്. എന്റെ സൃഷ്ടികളെ ബഹുമാനിക്കുന്ന എന്റെ അതിഥികളെ താരകപുത്രന്മാർ എന്തിനു വിരോധിക്കാനാണ്? ഞാൻ അവർക്കായി ഇത്രയും അതുല്യമായ പുരങ്ങൾ സൃഷ്ടിച്ച് അവർക്ക് മഹത്തായ ഉപകാരം ചെയ്തവനാണ്. അവർക്ക് ഞാൻ ചെയ്ത ഉപകാരം മറന്നുകൊണ്ട് എന്റെ അതിഥികളോട് അനുചിതമായതൊന്നും അവർ ചെയ്യുകയില്ല. താങ്കൾ നൽകുന്ന ഈ ബഹുമാനത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. അതിനാൽ ഞാനും താങ്കളോട് ഉചിത രീതിയിൽ പെരുമാറണം. ഇതാണ് ത്രിപുരങ്ങളിലെ ആദ്യത്തെ പുരം, സ്വർണപുരം. ദേവന്മാരുടെ രാജാവ് ഇന്ദ്രനും ദേവന്മാരുടെ ഋഷി നാരദനും തീർച്ചയായും ഇവരിവിടെ എന്തോ ഉദ്ദേശത്തിൽ വന്നിരിക്കുകയാണ്. നടക്ക്, മഹാരാജന് വിവരം അറിയിക്കാം. അങ്ങ് പറഞ്ഞത് സത്യമാണ് ദേവർഷേ. സ്വർണപുരത്തിന്റെ മുൻപിൽ സ്വർഗത്തിന്റെ ശോഭ തന്നെ നിഷ്പ്രഭമാണ്. രജതപുരവും ലോഹപുരവും ഇതിലുമധികം മഹത്തരമാണ്. ഞങ്ങൾ ആ മഹത്വം കാണാൻ വന്നവരാണ് ഇവിടെ. ഞാൻ നിങ്ങളെ അവിടെയും കൊണ്ടുപോയി അവയുടെ മഹത്വം ശരിക്കും കാണിച്ചു തരാം. വരണം, രജതപുരത്തിന്റെ ഭംഗി ആസ്വദിച്ചാൽ. മഹാബലവാൻ അസുരരാജൻ താരകാക്ഷൻ ജയിക്കട്ടെ. കേൾക്കട്ടെ, എന്താണ് പറയാനുള്ളത്? മഹാരാജൻ, ദേവരാജാവ് ഇന്ദ്രനും ദേവന്മാരുടെ ഋഷി നാരദനും മയാസുരനും മറ്റ് ത്രിപുരങ്ങൾ സന്ദർശിക്കുകയാണ്. അസുരശില്പി മയാസുരനുമൊത്തോ? ദേവന്മാർ അതും ത്രിപുരത്തിൽ? നമ്മുടെ അനുവാദമില്ലാതെ അവരെല്ലാവരും രജതപുരത്തിലേക്ക് പോയിരിക്കുന്നു. മഹാരാജൻ ചിലപ്പോൾ ത്രിപുരങ്ങളെ അറിയാൻ വന്നതായിരിക്കും. ഇല്ല,
രജതപുരം സ്വർണപുരത്തെക്കാളും അധികം ശ്രേഷ്ഠമാണ്. ശില്പകലയിലെ തന്നെ അതുല്യ രചനയാണിത്. സ്വർണപുരത്തെ പ്രശംസിക്കാൻ തന്നെ വാക്കുകളില്ലായിരുന്നു. ഇപ്പോൾ രജതപുരത്തെ പ്രശംസിക്കാൻ വാക്കുകൾ എവിടെ നിന്ന് ലഭിക്കും? വന്നാലും നമുക്ക് ലോകപുരത്തിലേക്ക് പോകാം. വരണം. സുന്ദരം, അതിസുന്ദരം. സ്വർണപുരത്തേക്കാൾ ശ്രേഷ്ഠമാണ് രജതപുരം. രജതപുരത്തേക്കാൾ ശ്രേഷ്ഠമാണ് ലോഹപുരം. എനിക്ക് 3 പുരങ്ങളും ശ്രേഷ്ഠമായി തോന്നുന്നു ദേവർഷേ. സത്യം പറഞ്ഞാൽ ഈ 3 പുരങ്ങളിലും ഏതാണധികം ശ്രേഷ്ഠമെന്ന് നിർണയിക്കാനേ വയ്യ. അത് തന്നെയാണ് അത്ഭുതം. ശില്പി ശ്രേഷ്ഠൻ മയാസുരന്റെ ശില്പചാതുരിയാണിവ. ഞങ്ങൾ 3 പുരങ്ങളും ദർശിച്ചു. വളരെ സന്തോഷമായി. ഇനി ഞങ്ങൾ യാത്രയാകട്ടെ, നടക്കാം. ശില്പി ശ്രേഷ്ഠൻ മയാസുര, ഞങ്ങൾ അങ്ങയുടെ വിശാല ഹൃദയത്തിന് നന്ദി പറയുന്നു. താങ്കൾ വളരെയേറെ പ്രയാസപ്പെട്ട് കാണും ഞങ്ങൾക്ക് അങ്ങയുടെ ഉത്കൃഷ്ട കലയുടെ ഉത്കൃഷ്ട ദർശനം നൽകുവാൻ. അതിന് അങ്ങയോട് വളരെ വളരെ നന്ദി പറയുന്നു. ഞാനാണ് നന്ദി പറയേണ്ടത്. നിങ്ങൾ ഇവിടെ വന്ന് എന്റെ സൃഷ്ടി ഏറെ അഭിനന്ദിച്ചു. വളരെ നന്നായി ശില്പി ശ്രേഷ്ഠൻ മയാസുര, നന്നായി. താങ്കൾ ദേവന്മാരുടെ പ്രശംസ കേട്ട് കൃതാർത്ഥനായോ? പക്ഷേ നാം താങ്കളുടെ വിശ്വാസവഞ്ചനയിൽ ചതിക്കപ്പെട്ടു കഴിഞ്ഞു. വിശ്വാസവഞ്ചന? എന്ത് വഞ്ചന മഹാരാജൻ? വഞ്ചനയ്ക്കെന്താ നിറമോ ജാതിയോ ലിംഗഭേദമോ ഉണ്ടോ? കൂടെ ഇരുന്ന് കണ്ണിൽ കുത്തുന്നതിനെയാണ് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്. ശത്രുവിന് നമ്മുടെ കോട്ട കാണിച്ച് നമ്മെ വിപത്തിലേക്ക് തള്ളിയിടുന്നതിൽ നിനക്ക് ലജ്ജയില്ലേ മയാസുര? ലജ്ജയുണ്ടെങ്കിൽ താങ്കൾ ഇങ്ങനെ പ്രവർത്തിക്കുമായിരുന്നു. ശത്രുക്കളെ പ്രസന്നരാക്കുന്നു, മിത്രങ്ങളെ അപ്രസന്നരും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ദേവരാജനും ദേവർഷിയും ത്രിപുരങ്ങളുടെ മഹാത്മ്യം കേട്ട് അവ കാണുവാൻ വന്നതാണ്. ഒരു ദുരുദ്ദേശമോ ഗൂഢനീതി, രണനീതി അഥവാ ശത്രുഭാവമോ ഒന്നുമില്ലാതെ കേവലം കലയും ശില്പചാതുരിയും. മതി മയാസുര, മതി. നിന്റെ രഹസ്യം പുറത്തായി. നീ ശത്രുവുമായി കൂട്ടുകൂടി കഴിഞ്ഞു. ഇവർ ശത്രുക്കളല്ല ദൈത്യരാജ, എന്റെ അതിഥികളാണ്. നമ്മോട് വിശ്വാസവഞ്ചന കാണിക്കുന്നവന്റെ അതിഥി നമ്മുടെ ശത്രു തന്നെ ആയിരിക്കും. ഞങ്ങൾ ദൈത്യന്മാർ തങ്ങളുടെ സ്വാർത്ഥത്തിനും രക്ഷയ്ക്കുമായി സ്വന്തം മിത്രത്തെ കൂടി വധിക്കാൻ മടിക്കില്ല. പിന്നെ ശത്രുക്കളെ എങ്ങനെ ജീവനോടെ വിടും? ഇല്ല ഇല്ല, ഞാൻ അതൊരിക്കൽ അനുവദിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അതായിരിക്കും വലിയ വിശ്വാസവഞ്ചന. ഞാൻ നിർദോഷിയാണ്. ഇവർ ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവരും എന്നെ വിശ്വാസവഞ്ചന എന്ന് മുദ്രകുത്തും. അത് സത്യവുമാകും. വേണ്ടത് ദൈത്യരാജ, താങ്കൾ അങ്ങനെ ചെയ്യരുത്. ഞാനിതാ സത്യം ചെയ്യുന്നു. എന്റെ മനസ്സിൽ അങ്ങയെ ചൊല്ലി ഒരു ദുർവിചാരവുമില്ല. ജ്യേഷ്ഠ താരകാക്ഷ, ശില്പി മയാസുരൻ നമ്മുടെ പുരങ്ങളുടെ നിർമ്മാതാവാണ്. അയാളുടെ അതിഥികളെ വധിക്കുന്നതിൽ അയാൾ അസന്തുഷ്ടനായേക്കാം. നമ്മുടെ 3 പുരങ്ങളെയും ഭസ്മമാക്കിയേക്കാം. നീതിപൂർവം പ്രവർത്തിക്കാം. നാം നിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നു ശില്പി മയാസുര. നീ ഞങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല എന്ന്. നീയും എന്റെ വാക്കുകൾ മാനിക്കണം. നമ്മുടെ ഈ ശത്രുക്കൾ ഇവിടെ നിന്ന് തിരിച്ചുപോയാൽ നമ്മുടെ പ്രാണാഹാര നിശ്ചയമാണ്. നാം ഇപ്പോൾ ഇവരെ വധിക്കുന്നില്ല, പക്ഷേ ഇവരെ ബന്ധനസ്ഥരാക്കി തടവറയിലാക്കണം. കാരണമോ ഇവർ ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ സർവ്വരഹസ്യവും ദേവന്മാർ മനസ്സിലാക്കിയിരിക്കും. അവരെല്ലാവരും ഒത്തുചേർന്ന് നമ്മെ ആക്രമിക്കും. അതോടെ നമുക്കെല്ലാം നഷ്ടം സംഭവിക്കും. നീ, ഞാൻ, ഇവർ, ഈ ത്രിപുരങ്ങൾ ഒന്നും തന്നെ അവശേഷിക്കില്ല. അതിനാൽ എല്ലാവരുടെയും രക്ഷയും ഹിതവും ഓർത്ത് ഇതാവശ്യമാണ്. ഇവരെ എല്ലാം ബന്ധനസ്ഥരാക്കിയിരിക്കണം. ഇവരോടൊത്ത് ഇവിടുത്തെ വിവരങ്ങളും രഹസ്യമായിരിക്കും. നാം എല്ലാം സുരക്ഷിതരുമായിരിക്കും. അങ്ങ് എന്റെ വിഷമം മനസ്സിലാക്കണം. എന്നോട് ക്ഷമിക്കണം. ഇവർ പറഞ്ഞതുപോലെ രഹസ്യം ചോർത്താൻ വന്നതാണെങ്കിൽ നിങ്ങൾ അതിഥികളുമല്ല, ഞാൻ വിശ്വാസവഞ്ചകനുമല്ല. അല്ല, ഇത് സത്യമല്ല ശില്പി രാജ, ഇത് സത്യമല്ല. സൈനികരെ, ബന്ധനത്തിലാക്കൂ ഈ കപട ദേവന്മാരെ. കാരാഗ്രഹത്തിൽ അടയ്ക്കൂ ഇവരെ. അന്നവും ജലവും കൊടുത്തു പോകരുത്. കൊണ്ടുപോകൂ.
പരംപിതാവേ, 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 പരംപിതാവേ. ഇന്ദ്രാണി, പറയൂ ഇന്ദ്രാണി, നീ ഇത്രമാത്രം വ്യാകുലയായി എവിടെ പോകുന്നു? എന്തുണ്ടായി? വ്യാകുലത അകാരണമല്ല പരംപിതാവേ. വളരെ സമയമായി ദേവരാജൻ ദേവലോകത്തിലില്ല. ത്രിപുരങ്ങൾ കാണാൻ പോയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല.